കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പറ്റും ഇവർ പാളയുണ്ട് ഇവിടെ. ഈ പാളേൻ്റെ അകത്ത് നമുക്ക് ഒരു വെണ്ട തൈ നടാലോ. ഈ പാള എങ്ങനെയാണ് ഞാൻ നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഈ പാളയിൽ ഇത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മളിപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ രണ്ട് കഷ്ണം പാളയായത് ഇതേപോലത്തെ രണ്ട് പാള കണ്ടാ, ഇതേപോലെ ഇതിപ്പോൾ ഇതിൻ്റെ നടുക്കാടെ വെച്ചിട്ട് ഇതെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇങ്ങനെ ഒടിക്കുക, ഇതേപോലെ ഒടിക്കുക. ഒടിച്ചതിന് ശേഷം എന്നിട്ട് ഇവിടുന്ന് ഇത് ഒടിക്കുക. ഇത് കുറച്ച് നീളം വീതി ജാസ്തിയാണ്, കുറച്ച് വീതി കളയട്ടെ, കുറച്ച് വീതി കളഞ്ഞേക്കാം. കുറച്ച് വലിപ്പം ജാസ്തിയാണ്, ഇത്ര വേണ്ട, അതുകൊണ്ട് ഇത് കുറച്ച് കണ്ടില്ലേ. ഇതേപോലെ മുറിച്ചിട്ട് നമ്മൾ ലെവലാക്കി ഈ പാള മുറിച്ച് ഇതേപോലെ ലെവലാക്കി. ഇതെനിപ്പം എന്താ വേണ്ടത് വെച്ചാൽ ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ വാഴത്തട വെച്ച പോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ആക്കുക. കുറച്ച് ഒടിച്ചാൽ മതി, ഇങ്ങനെ ഒടിച്ച് വെച്ചാൽ മതി. ഇതേപോലെ ഒടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഒടിച്ച് വെച്ചാൽ ഈ പാളയായതുകൊണ്ട് ഇത് ഒടിച്ച് വെച്ചാൽ നിൽക്കും, പൊട്ടിപ്പോവില്ല. അതിന് ശേഷം ഇതും ഒടിച്ച് വെക്കുക. എന്നിട്ട് ഇതിപ്പോൾ പിന്നെ ഇങ്ങനെ ഒടിച്ചിട്ട് ഇതേപോലെ ഒടിക്കുക. അതിന് ശേഷം ഇതും ഒടിക്കുക, ഇതും ഒടിക്കുക. ഇതും കൂടി ഒടിച്ചിട്ട് ഇതും കൂടി ഒടിക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതും കൂടി ഒടിക്കുക. ലേശയിലെ കൂടി മുറിക്കാൻ വേണ്ടിക്കില്ല, മുറിച്ച് കഴിഞ്ഞാൽ വിഷമമാണ്. മുറിച്ചാൽ ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഇവിടെ കൂട്ടിക്കൊണ്ടക്കുക. ഇങ്ങനെ ഉണ്ടല്ലേ, ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ കൂട്ടുക. ഇതേപോലെ കൂട്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ കൂട്ടിയിട്ട് നമുക്ക് ഇതാക്കാം. ഇതേപോലെ കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു കെട്ട് കൊടുക്കുക. ഇതേപോലെ കണ്ട, ഇതേപോലെ ഇതിൻ്റെ അടിയിലൊരു കെട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കെട്ട് കൊടുക്കുക. നീളം ഒന്ന് കുറഞ്ഞു പോയി, കുറച്ച് വീതി ജാസ്തിയുണ്ട് മറ്റേനെക്കാട്ടി. പാളയായതുകൊണ്ട് കുറച്ച് നമുക്ക് ഇഷ്ടംപോലെ പാളയാകുമ്പം ഇഷ്ടംപോലെ വീതി വെക്കാൻ പറ്റും. ഒരു വെണ്ട നടാന്ന് വിചാരിച്ചിട്ടാണ് അത്രയും വീതിയാക്കി ഞാൻ. വെണ്ട നടാൻ വേണ്ടിയിട്ടാണ്. വെണ്ട തൈ നടാനാകുമ്പോൾ കുറച്ച് വീതി വേണ്ട, അതിന് വളമിട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇതേപോലെ എന്നിട്ട് ഇതുപോലെ കൂട്ടി ഇത് മുറിച്ച് കളയുക. ഇത് ഇങ്ങനെ ലെവലാക്കി നിരത്തി മുറിച്ച് വെക്കുക. ഇത് കണ്ടല്ലോ, ഇതേപോലെ മുറിച്ച് കളയുക. ഇപ്പം ലെവലായില്ലേ, നല്ല ലെവലായില്ലേ. ഇതിപ്പോൾ ലെവലായി. ഇതിപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതേപോലെ വാരിയിട്ട് നിറക്കുക. കണ്ടില്ലേ, ഇതേപോലെ നിറക്കുക. ഇതുപോലെ വാരി നിറച്ചാൽ ഇഷ്ടം പോലെ നിറക്കാൻ പറ്റും. ഇതിലൊരുപാട് കൊള്ളൂ. ഇത് നമ്മൾ നല്ലൊരു ബാഗ് പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ കണ്ടല്ലോ. ഇനിയിപ്പം ഇതല്ലെങ്കിൽ നമുക്ക് തുന്നിക്കെട്ടുകയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കീറിയിട്ട് കയറ് കെട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ തുന്നിക്കെട്ടിയാലും മതി, എന്നാലും നല്ലപോലെ നിൽക്കും. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് നിറച്ചിട്ട് എടുക്കാം. കണ്ടില്ലേ, ഇതാ ഇതുപോലെ നിറച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിറച്ച് വെച്ചു. ഉണ്ടല്ലേ, ഇതേപോലെ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇതിൻ്റെ നടുക്ക് നമുക്കൊരു വെണ്ട തൈയാണ്. ഇത് വെണ്ട കണ്ട, ഇത് വെണ്ട തൈയാണ് കേട്ടോ. ഇതില്ലേ, ഈ വെണ്ട തൈ ഒന്ന് നടാം. അതിനാണ് ഞാനിപ്പോൾ ഈ പണി എടുത്ത് വെച്ച്. കണ്ടാ, ഇതേപോലെ നമുക്കൊന്ന് നോക്കാമല്ലോ. ഇതെല്ലാം ഒരു പരീക്ഷണാർത്ഥം നോക്കുന്നതാണ്. വിജയിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല, എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ്.
ഇതെല്ലാം ഒരുപാട് നമ്മൾ വാട ഇങ്ങനെ കളയുന്നതല്ലേ. ഇത് നമുക്കത് ഒരു നല്ലൊരു ഇതായി കിട്ടിയെങ്കിലായില്ലേ എന്ന് വിചാരിച്ചിട്ടാ. ഇത് കണ്ടല്ലോ, ഇതേപോലെ ആക്കിയിട്ട് ഇത് നട്ടിട്ടാകുമ്പം ഇത് മുറിച്ച് കളയാം. കണ്ടാ, ഇതേപോലെ മുറിച്ച് ലെവലാക്കിയിട്ട് ഇതിപ്പോൾ കണ്ടല്ലോ, കണ്ടാ കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല പാള. കണ്ടാ, ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല വീതിയുണ്ട്, നല്ല അടിപൊളിയാണ്. ഇതുപോലെ നിങ്ങൾ ഒന്ന് നട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് അടിച്ചിട്ട് എല്ലാവരും വീഡിയോ കണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് തരണം. നിങ്ങൾ സപ്പോർട്ട് തന്നാൽ ഇന്നും ഞാൻ ഇതേപോലെയുള്ള പല ഐറ്റംസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഓക്കെ ബൈ.